ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു പഠനത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് ബയോഡൈവേഴ്സിറ്റി എന്താണ് എന്ന് കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ എക്കോസിസ്റ്റത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ അതൊക്കെ നമ്മൾ നോക്കുകയുണ്ടായിരുന്നു അല്ലേ. സ്പീഷീസ് മുതൽ അങ്ങോട്ട് നമ്മൾ ബയോം മുതലുള്ള വിവിധങ്ങളായിട്ടുള്ള ഡിവിഷനുകൾ എങ്ങനെയാണ് എന്ന കാര്യവും നമ്മൾ കാണുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നോക്കൂ, ആദ്യം നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്താണ് എന്നത് ചെയ്യാം ഒന്ന് നോക്കിയാലോ. ബയോഡൈവേഴ്സിറ്റി അഥവാ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് നേച്ചർ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ വെറൈറ്റി ഓഫ് ജീൻസ് among the individuals of a species, the variety and richness of all the plant and animal species in an ecosystem. എന്താ പറയുന്നത്? ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ് ഓൺ ദ എർത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ ഈ ചില എന്താ പറയുക ഭാഗങ്ങൾ കളേർഡ് ആക്കിയിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ ആ മൂന്നിടങ്ങളിലാണ് നിങ്ങളിത് എന്ത് ചെയ്യേണ്ടത്, ഓർക്കേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആൻഡ് റിച്ച്നെസ്. എന്താണ് വെറൈറ്റി ആൻഡ് റിച്ച്നെസ്? അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ പറയും അല്ലേ, ഇപ്പോൾ ഒരു ക്ലാസ് ഡൈവേഴ്സ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂം ഉണ്ടെന്ന് വിചാരിക്കും. ആ ക്ലാസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് വിചാരിക്കും. അവിടെ ഒരു ക്ലാസ് ഡൈവേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടി വരിക? ആ ക്ലാസ്സിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വേണം അല്ലേ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, സിഖ്, ജൈന അല്ലേ, അങ്ങനെ എല്ലാവരും എന്താ പറയുക, ബുദ്ധമതത്തിലുള്ള ആൾ, അങ്ങനെ എല്ലാവരും വേണം എന്ന് നമുക്ക് പറയാം. അതുപോലെ എന്ത് പറയാം നമുക്ക്? കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, ആസാം അല്ലെ, മേഘാലയ, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾ വേണം. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഓരോരോ രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഒരെണ്ണം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒന്ന് മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് ഏത് രീതിയിലാണ്, മറ്റൊന്നെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, പിന്നൊന്ന് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അല്ലേ. അപ്പോൾ ഇവയെല്ലാം എന്താണ്? ഈ ഒരു ക്ലാസ്സിനെ വീണ്ടും വീണ്ടും എന്താക്കി മാറ്റുകയാണ്? ഡൈവേഴ്സ് ആക്കി മാറ്റുകയാണ്. ഇനി ഇതിലെല്ലാം അപ്പോൾ ഇതെന്ത്, ഈ വെറൈറ്റി എന്ന് പറയുന്നൊരു ഭാഗം അവിടെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ അതിനൊപ്പം എന്താണ്? വെറൈറ്റി ആൻഡ് റിച്ച്നെസ്സും വേണം അല്ലേ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരാൾ മാത്രം മതി, ഒരൊറ്റ എന്താ പറയുന്നത്, ഹിന്ദു ആയിട്ട് ഒരാൾ മാത്രം, അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ മാത്രം, അങ്ങനെ മാത്രം മതിയോ? ഇല്ല. ഒരു സ്കൂൾ നടത്തുകയാണെന്ന് വിചാരിക്കൂ, അതിൽ നിറയെ ആളുകളും വേണം അല്ലേ. ആപ്റ്റ് എമൗണ്ട് ഓഫ്, എത്രത്തോളം എമൗണ്ട് പറ്റുമോ ആ ഒരു എമൗണ്ട് അല്ലെ. ഇതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താ പറയുക, ഈ ഹോൾ സിസ്റ്റം വളരെ വൃത്തിയായി നടന്നു പോകാൻ എത്രത്തോളം എണ്ണത്തിന് ഇവിടെ വേണമോ അത്രയും ആളുകൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അതായത് 100 പേർക്ക് പഠിക്കാൻ പറ്റിയ സ്ഥലത്ത് 50 പേര് മാത്രമേ ഉള്ളൂ എന്ന തലത്തിൽ വന്നാൽ ഒരു കാര്യമില്ല. അപ്പോൾ വെറൈറ്റിയും വേണം, റിച്ച്നെസ്സും എന്താണ്, ആവശ്യമാണ്. ഇത് നിങ്ങൾ പ്രകൃതിയിലേക്ക് അപ്ലൈ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? പ്രകൃതിയിലേക്ക് അപ്ലൈ ചെയ്താൽ ഈ വെറൈറ്റിയും ഈ റിച്ച്നെസ്സും 3 തലങ്ങളിലാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ജെനറ്റിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയും റിച്ച്നെസ്സും. മറ്റൊന്ന് എന്ന് പറയുന്നത് എന്താണ്? സ്പീഷീസ് തലത്തിലുള്ള റിച്ച്നെസ്സും വെറൈറ്റിയും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എക്കോസിസ്റ്റം തലത്തിലുള്ള റിച്ച്നെസ്സും വെറൈറ്റിയും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഹോൾ ഭാഗത്തിനെ കൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊന്ന് മുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നേച്ചറിൻ്റെ എന്തിനെയാണ് വിളിക്കുന്നത്? ദാറ്റ് പാർട്ട് ഓഫ് നേച്ചർ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ വെറൈറ്റി ഓഫ് ജീൻസ് എമംഗ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്, the variety and richness of all the plant and animal species in an ecosystem, and various types of ecosystem on the earth. സ്പീഷീസുകളുടെ ഇടയിൽ ജെനറ്റിക് ആയിട്ടുള്ള എന്താ പറയുക, ഡൈവേഴ്സിറ്റി വേണം. ഒരു എക്കോസിസ്റ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസുകളുടെ റിച്ച്നെസ് ആൻഡ് വെറൈറ്റി വേണം. ഇനി എക്കോസിസ്റ്റങ്ങളുടെ ഉള്ളിൽ എന്താണ്, വേരിയസ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റങ്ങൾ ഓൺ എർത്ത് എന്ത് ചെയ്യണം, ഓൺ എർത്ത് നോക്കുകയാണെങ്കിൽ വേരിയസ് കൈൻഡ്സ് ഓഫ് എക്കോസിസ്റ്റങ്ങളുടെ ഡൈവേഴ്സിറ്റി വേണം. ഇപ്പം ജെനറ്റിക് തലത്തിൽ, സ്പീഷീസ് തലത്തിൽ, ഓൾസോ എക്കോസിസ്റ്റം തലത്തിൽ എന്ത് വേണം, വെറൈറ്റിയും റിച്ച്നെസ്സും ഉള്ളതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വിചാരിക്കൂ. ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഇപ്പോൾ ഇന്ത്യ എടുക്കുക. ഇന്ത്യയുടെ അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഉദാഹരണത്തിന് റൈസ് പറയാറുണ്ട്. എന്താ പറയുക, റൈസ്, നെല്ലിൻ്റെ കാര്യം, നെല്ല് അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ എന്താ പറയുക, റൈസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ അറൗണ്ട് 50,000 ടൈപ്പ് ഓഫ് ജെനറ്റിക് വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ട് എന്ന് പറയും. 1000 ജെനറ്റിക് വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പല ടൈപ്പ്, നിങ്ങൾ കണ്ടിട്ടില്ലേ മൂവാണ്ടൻ മാങ്ങ അല്ലേ,
കിളിച്ചുണ്ടൻ മാങ്ങ, പ്രിയൂരി മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറേയധികം മാങ്ങകൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ രീതിയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മുതലമട സൈഡിലൊക്കെ ഈ കുറേയധികം പൂച്ചികളും പാറ്റകളും മറ്റും വന്നിട്ട് മാങ്ങ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് റെസിസ്റ്റൻസ് ഉള്ള തരത്തിലുള്ള മാങ്ങകൾ. അതുപോലെ തന്നെ ഇപ്പോൾ റൈസ് നോക്കുകയാണെങ്കിൽ കുട്ടനാട് സൈഡിൽ വളർത്തുന്ന ചില റൈസ് ഉണ്ട്. ആ കുട്ടനാട് സൈഡിൽ ഉപ്പിൻ്റെ അംശം, സോൾട്ട് കണ്ടന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും അവിടുത്തെ വെള്ളത്തിന് അല്ലേ. ചില സമയങ്ങളിൽ വെള്ളം കയറിയിട്ട് കുട്ടനാട് എന്ത് ചെയ്യും, അവിടുത്തെ നെല്ല് വളർന്നൊരു ലെവൽ എത്തുമ്പോൾ ചിലപ്പോൾ മുഴുവൻ വെള്ളം നിറയും അവിടെ. അപ്പോൾ മാർഷി ആയിട്ടുള്ള വെള്ളം കൂടുതൽ ഉണ്ടെങ്കിലും റെസിസ്റ്റൻസ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള റൈസ് വെറൈറ്റിയാണ് അവിടെ വേണ്ടത് അല്ലെ. ചില സ്ഥലത്ത് എന്തായിരിക്കും, വളരെ ഡ്രൈ ആയിട്ടുള്ള ചൂടാവുന്ന സ്ഥലങ്ങളുണ്ടാകും. അവിടങ്ങളിലെ നെല്ലിന് എന്ത് വേണം, ഡ്രോട്ട് റെസിസ്റ്റൻസ് ആയിരിക്കണം. ഒരു സമയം മഴയൊന്ന് കുറച്ച് വൈകിയാലും എന്ത് ചെയ്യണം, നിൽക്കാനായിട്ട് സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ജെനറ്റിക് വെറൈറ്റി ഇന്ത്യയിൽ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇറ്റ് ഈസ് എ വെറൈറ്റി ഓഫ് ജീൻസ് വിത്തിൻ എ സ്പീഷീസ്. ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് നെല്ല് എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ സ്പീഷീസ് ആണ് അല്ലെ. മാംഗോ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ സ്പീഷീസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, വെറൈറ്റി വേണം. അത് എന്തിന് ഹെൽപ്പ് ചെയ്യും അറിയോ? ആ സ്പീഷീസിൽ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ആൾ നശിച്ചു. ഇപ്പോൾ സാധാരണ ഒരു നെല്ലുണ്ട്, എ എന്ന് പറഞ്ഞ ടൈപ്പ് നെല്ലുണ്ട്. തുടർച്ചയായിട്ട് കാലാവസ്ഥാ മാറ്റം കാരണം എക്സ്ട്രീം ക്ലൈമറ്റിലേക്ക് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്, ഹീറ്റ് കൂടുന്ന സമയമാണെന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാണ്. റെയിനി സീസൺ ആണെങ്കിലോ അതിശക്തമായ മഴയുമാണെന്ന് വിചാരിക്കൂ. അപ്പോൾ എ, ബി, സി എന്ന് പറയുന്ന, ഡി എന്ന് പറയുന്ന ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് വെറൈറ്റി ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഹീറ്റും റെയിനും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ടുപേരും എന്ത് ചെയ്തോളും, സർവൈവ് ചെയ്തോളും. നിങ്ങളൊന്ന് ആലോചിച്ചു, എ എന്ന് പറയുന്ന ഒരൊറ്റ സ്പീഷീസും ജെനറ്റിക് വെറൈറ്റി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ. ഇതാണെങ്കിൽ എക്സ്ട്രീം ഹീറ്റിനും റെയിനും ഒന്നും തടുക്കാൻ പറ്റൂല. എന്ത് സംഭവിക്കും, ആ പ്രദേശത്തിന് പിന്നെ നെല്ലുണ്ടാവില്ല, തീർന്നു പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജെനറ്റിക് ഡൈവേഴ്സിറ്റി വേണമെന്ന് പറയുന്നത്? സർവൈവ് ചെയ്യാൻ സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മാറുന്ന കാലങ്ങൾക്കനുസരിച്ച് സർവൈവ് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കണം, എന്ത് വേണം, ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി, ജെനറ്റിക് ഡൈവേഴ്സിറ്റി അവിടെ ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ദിസ് ഈസ് വെരി വെരി ക്രൂഷ്യൽ ഫോർ വാട്ട്, ഹെൽത്തി ബ്രീഡിങ് ഓഫ് ദ പോപ്പുലേഷൻ. അതുപോലെ തന്നെ നശിച്ചു പോകാതിരിക്കാൻ ഇതൊക്കെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലോ സെയിം ആണ് അല്ലേ. അതായത് ഒരു റീജിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വെറൈറ്റി ഓഫ് പ്ലാന്റുകളും അനിമൽ സ്പീഷീസുകളും അവിടെ ആവശ്യമാണ് അല്ലേ. അവിടെ ഒരു ചെറിയ തേനീച്ച മുതൽ ഒരു വലിയ സിംഹം വരെ എല്ലാം അവിടെ ആവശ്യമാണ്. കാരണം തേനീച്ചയ്ക്ക് തേനീച്ചയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അവിടെ അല്ലേ. ചില പ്രാണികൾക്ക് ചിലത് ചെയ്യാനുണ്ടാകും, മണ്ണിര ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള വരികയിൽ പക്ഷികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും ചേരുമ്പോഴാണ് ആ ഹോൾ എക്കോസിസ്റ്റം എന്താകുന്നത്, കൃത്യമായി വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റമായിട്ട്, ഹെൽത്തി ആയിട്ടുള്ള എക്കോസിസ്റ്റമായി മാറുന്നത് ഈ സ്പീഷീസ് വെറൈറ്റി വളരെ കൃത്യമായിട്ട് ഉള്ള സമയത്താണ്. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ് ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹിമാലയൻ എക്കോസിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നോർത്ത് ഈസ്റ്റേൺ മേഖല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആമസോൺ കാടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പീഷീസുകളുടെ ഡൈവേഴ്സിറ്റി കൂടുന്തോറും എന്ത് ചെയ്യും, അവിടങ്ങളിലെ ഹോൾ എക്കോസിസ്റ്റം അത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്തുകൊണ്ടേ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാഗം എന്ത് ചെയ്യുക, ആലോചിക്കുക. ഇനി അവസാനം അപ്പോൾ നമ്മൾ ജെനറ്റിക് ഡൈവേഴ്സിറ്റി പറഞ്ഞു, സ്പീഷീസ് ഡൈവേഴ്സിറ്റി പറഞ്ഞു. ഇനി എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്. അതായത് എർത്തിൽ വെറൈറ്റീസ് ഓഫ് എക്കോസിസ്റ്റം വേണം. അത് ഒരു ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം മാത്രം പോരാ. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഒരു പെർട്ടിക്കുലർ എക്കോസിസ്റ്റം ഒരു സർട്ടൺ സെറ്റ് ഓഫ് ജീവികളെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളുടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർത്ത് വെസ്റ്റേൺ സ്ഥലങ്ങളിൽ എന്താണ്, ഡെസേർട്ട് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട് അല്ലേ. നമ്മളുടെ കേരളത്തിൻ്റെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ മാർഷി ലാൻഡ്സ് ഉള്ള ഒരുപാട് ഭാഗങ്ങളില്ലേ, മാർഷി ലാൻഡ്സ് ഇല്ലേ കേരളത്തിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലേ. ഇനി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക് പോയാലോ എന്ത് എക്കോസിസ്റ്റം ഉണ്ട്, റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം നമുക്ക് അവിടെ ലഭിക്കാൻ സാധിക്കില്ലേ, റെയിൻ ഫോറസ്റ്റുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ലേ. ഇവിടെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ രീതിയിലുള്ള ജീവികളല്ലേ വളരുന്നത്. ഈ വെറൈറ്റി ഓഫ് എക്കോസിസ്റ്റം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പീഷീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള സ്പീഷീസുകൾ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകുമ്പോൾ അതിലേക്ക് എന്തിന് കാരണമാകുന്നുണ്ട്, ജെനറ്റിക്കലായിട്ടുള്ള റിച്ച്നെസ്സിന് കാരണമാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുകയാണ്, സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ട്രോപ്പിക്കൽ റീജിയനിൽ ഹയർ ബയോഡൈവേഴ്സിറ്റിയാണ് ലഭ്യമാകുന്നത്. എന്താണ്, ഹയർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കിട്ടുന്നു. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് സ്പീഷീസേഷൻ എന്ന് പറയും, കോൺസ്റ്റൻറ്റ് ക്ലൈമറ്റ്, ഹൈ ഇൻസൊലേഷൻ. അതായത്
ത്രൂ ഔട്ട് ദ ഇയർ എന്താ പറയുക, ത്രൂ ഔട്ട് ദ ഇയർ എന്ത് ലഭിക്കുന്നുണ്ട്, നല്ലതുപോലെ സൂര്യവെളിച്ചവും, എന്നാൽ അതുപോലെ തന്നെ എന്തും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കൃത്യമായ മഴയും തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓൾസോ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എന്താ പറയുക ക്ലൈമറ്റ് ആണ് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റുകൾ, അതായത് ഓൾറെഡി നല്ലപോലെ ഇൻസുലേഷൻ നല്ലപോലെ മഴയുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഒരു എന്താ പറയുക ടെമ്പറേറ്റ് റീജിയനിലേക്കും മുകളിലേക്കും പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരു സമയത്ത് എക്സ്ട്രീം വിന്റർ ആവുകയും പിന്നീട് എന്താണ് എക്സ്ട്രീം ആയിട്ടുള്ള സമ്മർ ആവുകയും, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ക്ലൈമറ്റുകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്പീഷ്യസേഷന് വളരെയധികം എന്താണ് സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം എന്തിലേക്ക് നയിക്കുന്നുണ്ട്, ജെനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ബയോഡൈവേഴ്സിറ്റി തലത്തിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി, ഹയർ എമൗണ്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് ട്രോപ്പിക്കൽ റീജിയനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ലോകത്തിനെ പല പല രാജ്യങ്ങളെ ആയിട്ട് മെഗാ ഡൈവേഴ്സ് കൺട്രീസ് എന്ന് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയും അതിൽ ഒരു രാജ്യമാണ്. അപ്പോൾ മെഗാ ഡൈവേഴ്സ് ബയോഡൈവേഴ്സിറ്റിയിൽ നമ്മൾ ഒരു മെഗാ ഡൈവേഴ്സ് കൺട്രീസ് 17 രാജ്യങ്ങളെയാണ് തിരിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട് എത്രയാണ്? 17 രാജ്യങ്ങളെയാണ് മെഗാ ഡൈവേഴ്സ് രാജ്യങ്ങളായി തിരിച്ചിട്ടുള്ളത്. ഇനി മൊത്തം എന്താ പറയുക ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ 7 മുതൽ 8% വരെ, എത്രയാണ് 7 മുതൽ 8% വരെയുള്ള ഡോക്യുമെന്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഉള്ള സ്ഥലമാണ് നമ്മുടെ രാജ്യം. മനസ്സിലാവുന്നുണ്ടോ? മൊത്തം സ്പീഷീസുകളുടെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 8%, 7 to 8% സ്പീഷീസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 17 മെഗാ ഡൈവേഴ്സ് കൺട്രികളിൽ ഒന്നാണ് നമ്മൾ. 7 to 8% ഓഫ് ഡോക്യുമെന്റഡ് സ്പീഷീസ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുമുണ്ട്. അതിനോടൊപ്പം തന്നെ 4, അത് മൊത്തത്തിൽ 36, എത്ര എണ്ണമാണ്? മൊത്തത്തിൽ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. എത്രയാണ്? 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എവിടെ നമുക്ക് കാണാൻ പറ്റും, ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. അതായത് ബയോഡൈവേഴ്സിറ്റി തലത്തിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസുകൾ അവിടെ ഉണ്ട് എന്നെല്ലാം കണ്ട്. എൻഡമിക് എന്ന് വെച്ചാൽ എന്താണ്? കഴിഞ്ഞ തവണ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എൻഡമിക് അർത്ഥം എന്താണ്? അത് എന്താണ്? ആ ഭാഗത്ത് മാത്രം കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റോ ഒരു ജീവിയോ ആണ്. എൻഡമിക് ടു ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ മാത്രമേ ഈ പർട്ടിക്കുലർ പ്ലാന്റ് അല്ലെങ്കിൽ ജീവിയെ കാണപ്പെടുന്നുള്ളൂ. മനസ്സിലാണ്? ഈ ഏരിയയിൽ മാത്രമേ കാണുള്ളൂ. അതിനെയാണ് എൻഡമിക് എന്ന് നമ്മൾ പറയാറുള്ളത്. ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഇത്തരം എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താണ്? അവിടെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മാത്രം കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഏരിയകളെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാക്കുന്നത്. കാരണം അവിടെ മാത്രം കാണപ്പെടുന്ന ആ ജീവിവർഗ്ഗങ്ങൾ വംശനാശം സംഭവിക്കാതെ പോകണമെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അതിനാണ് ഇവയെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്. അതിൽ 4 ഇന്ത്യ ഭാഗമാണ്. മനസ്സിലാണ്ടോ? അതിൽ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിലാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ലോകത്തിലുള്ളതിൽ 4 എന്താണ്, ഇന്ത്യയിലുണ്ട്. ഇത് മെഗാ ഡൈവേഴ്സ് കൺട്രീസ് ആണ്. 17 മെഗാ ഡൈവേഴ്സ് കൺട്രീസിൽ 1 ഇന്ത്യയാണ്. 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ലോകത്തിലുള്ളതിൽ 4 ഇന്ത്യയിലാണ്. രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായല്ലോ? കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ഇത് നോർമൻ മയേഴ്സ് എന്ന് പറയുന്ന ഒരു ആളാണ് 1988 എന്ത് ചെയ്യുന്നത്, ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിന് തുടക്കമിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആരാണ് തുടക്കമിടുന്നത്? നോർമൻ മയേഴ്സ് എന്ന് പറയുന്ന ഒരു ആളാണ് ഇതിന് തുടക്കമിടുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? എന്തായിരുന്നു? അതായത് ഇത്രയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു പ്രദേശങ്ങളാണെന്നുള്ളത് സംരക്ഷിക്കപ്പെടുകയും കൂടി വേണം അല്ലേ? അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യണം, ഇദ്ദേഹവും കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് പറയും, നോർമൻ മയേഴ്സും കൺസർവേഷൻ ഇന്റർനാഷണൽ ഇതൊരു സംഘടനയാണ്. ഓക്കെ, കൺസർവേഷൻ ഇന്റർനാഷണലും നോർമൻ മയേഴ്സും കൂടി 1988 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിന് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത്. ഇത് പിന്നീട് വളരെ ശക്തമായിട്ടുള്ള ഒരു രീതിയായിട്ട് എന്ത് ചെയ്യുകയാണ്, പിന്നീട് അങ്ങോട്ട് മാറി പോവുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പതുക്കെ മാറിയിട്ട് പോവുകയാണ്. ഇനി എന്തെല്ലാമാണ് ഈ രീതിയിൽ റെക്കഗ്നൈസ്ഡ് ഹോട്ട്സ്പോട്ടുകൾ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 36 ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ്? എങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്? നോക്കൂ, അറ്റ്ലീസ്റ്റ് 1500 സ്പീഷീസ് ഓഫ്
വാസ്കുലാർ പ്ലാന്റ്സ് ഫോണ്ട് നോവേർ എൽസ് ഓൺ ദ എർത്ത്. നോക്കൂ, വാസ്കുലാർ പ്ലാന്റുകൾ 1500 എണ്ണമെങ്കിലും എൻഡമിക് ആയിട്ട് വേണം. എൻഡമിക്കിന്റെ അർത്ഥം ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഈ 1500ഓളം എന്താ പറയുക പ്ലാന്റുകളെങ്കിലും അവിടെ മാത്രം കാണുന്ന പ്ലാന്റുകളായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ മാത്രം കാണുന്ന പ്ലാന്റുകളായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. It should have lost at least 70% of its primary native vegetation. ആക്ച്വലി ഒറിജിനലി ആ മേഖലയിൽ ഉണ്ടായിരുന്ന അതിൻ്റെതായിട്ടുള്ള പ്രൈമറി നേറ്റീവ് വെജിറ്റേഷനിലെ 70% എന്ത് ചെയ്തു? നശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതായത് ആ ഏരിയയ്ക്ക് പെർട്ടിക്കുലർലി കൃത്യമായിട്ടുള്ള സംരക്ഷണം ആവശ്യമുള്ളതാണ് എന്ന് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ബോധ്യപ്പെടണം. അപ്പോൾ എൻഡമിക് ആയിട്ടുള്ള സംരക്ഷിക്കപ്പെടേണ്ട അവിടെ മാത്രം കാണപ്പെടുന്ന 1500 സ്പീഷീസ് എങ്കിലും എന്ത് ചെയ്യണം? വാസ്കുലാർ പ്ലാന്റുകളായിട്ട് അവിടെ ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ എന്തും കൂടി ആവശ്യമാണ്? പ്രൈമറി നേറ്റീവ് വെജിറ്റേഷൻ അവിടുത്തെ 70% നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടി. അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? അവിടെ സംരക്ഷിക്കപ്പെടണം, സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവിടെ നശിപ്പിക്കപ്പെടും, നശിപ്പിക്കപ്പെട്ടാൽ അവിടുത്തെ എൻഡമിക് സ്പീഷീസുകൾ നശിപ്പിക്കപ്പെടും. ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇത്തരം ഹോട്ട്സ്പോട്ടുകളെ പ്രത്യേകിച്ച് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള 4 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള 4 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഒന്നാമത്തേത് ഹിമാലയാസ് ആണ്. രണ്ടാമത്തേത് വെസ്റ്റേൺ ഘാട്ട്സും ശ്രീലങ്കയും ചേർന്നിട്ടുള്ള ഭാഗത്തിലാണ്. പിന്നൊന്ന് ഇൻഡോ ബർമ റീജിയൻ ആണ്. മറ്റൊന്ന് സുണ്ടാലാൻഡ് ആണ്. നോക്കൂ, ഇതിൽ പലയിടങ്ങളിലും ഇന്ത്യ മാത്രമല്ല ഭാഗമായിട്ടുള്ളത്. മനസ്സിലാവുണ്ടോ? ഇതിൽ പലതും ഇന്ത്യ മാത്രമല്ല ഭാഗമായിട്ടുള്ളത്, മറ്റു രാജ്യങ്ങളും ഇതിൽ എന്താണ്? ഭാഗമാണ്. മനസ്സിലാവുണ്ടോ? അതായത് നാഷണൽ തലത്തിലല്ല ഇതിൻ്റെ എന്ത് വന്നിട്ടുള്ളത്? ഡിവിഷൻ വന്നിട്ടുള്ളത് മനസ്സിലാക്കുക. മനസ്സിലാവും? നാഷണൽ തലത്തിലല്ല ഡിവിഷൻ വന്നിട്ടുള്ളത്. ആ ഒരു റീജിയൻ, ആ ഒരു എന്താ പറയുക, ആ ഒരു ബയോ ജിയോഗ്രഫിക് റീജിയൻ എന്ത് ചെയ്തിരിക്കുകയാണ്? സെലക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയും ഭാഗമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ഭാഗം നോക്കൂ. ഹിമാലയാസ്. എന്താണ് ഹിമാലയാസ്? നമുക്കറിയാം യങ്ങസ്റ്റ് ആൻഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ ചെയിൻ ഓഫ് ദ എർത്ത് ആണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നോർത്ത് വെസ്റ്റ് ഈ ഭാഗത്ത് പാകിസ്ഥാൻ്റെ ഈ വശത്ത് അല്ലെ, കുറച്ച് പാകിസ്ഥാനിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഇന്ത്യ വന്നിട്ടുണ്ട്, നേപ്പാൾ വന്നിട്ടുണ്ട്, ടിബറ്റൻ റീജിയൻ വന്നിട്ടുണ്ട്, ഭൂട്ടാൻ വന്നിട്ടുണ്ട്, പിന്നെയും ഇന്ത്യയുടെ ഭാഗം, പിന്നെയും എന്താണ്? ചൈനയുടെ കുറച്ച് ഭാഗം. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റീജിയനുകളെല്ലാം ചേരുന്നതാണ് ബേസിക്കലി അല്ലെ, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റൻ റീജിയൻസ് അല്ലെ, ഈ ഭാഗങ്ങളെല്ലാം എന്ന് ചേർന്ന് നോക്കൂ. മ്യാൻമാറിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് അല്ലെ. അപ്പം മ്യാൻമാറിലും കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേരുന്നതാണ് ഹിമാലയാസ് എന്ന് പറയുന്ന സോ കോൾഡ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ, അതായത് എൻഡമിക് ആയത് അല്ലാത്തതായിട്ടുള്ള എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട ഒരുപാട് കഴുകന്മാർ, വൾച്ചേഴ്സ് ആണെങ്കിലും ടൈഗേഴ്സ് ആണെങ്കിലും റൈനോസ് ആണെങ്കിലും അല്ലെ, ബൊഫല്ലോസ് ആണെങ്കിലും മാനിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അല്ല നമ്മളുടെ എന്താ പറയുന്നത് സ്നോ ലെപ്പേർഡ് പോലെയുള്ള ജീവികൾ, ഇങ്ങനെ ഇഷ്ടം പോലെ ജീവികൾ എന്താണ് പറയുന്നത് എൻഡമിക് ആയിട്ടും അല്ലാത്തതും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഹോൾ റീജിയൻ വളരെ പ്രധാനപ്പെട്ട എന്ത് തന്നെയാണ്? ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഹോട്ട്സ്പോട്ടാണ് എന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്ഥലം ഏതാണെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ആള് വെസ്റ്റേൺ ഘാട്ട്സും ശ്രീലങ്ക. അപ്പോൾ വെസ്റ്റേൺ ഘാട്ട്സിനോടൊപ്പം ശ്രീലങ്കയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് തുടരുന്നുണ്ട് എന്ന കാര്യം ഒന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, വെസ്റ്റേൺ ഘാട്ട്സ് എന്താണ്? ഇത് അതായത് പണ്ട് വളരെ എന്താ പറയുക ഗോണ്ട്വാന ഐലാൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ കാലഘട്ടത്തിൽ എന്താണ് മലബാർ പ്ലെയിൻസിൻ്റെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ചെയിൻ ഓഫ് മൗണ്ടെയിൻസ് ആണ് ഏതെന്ന് പറയുന്നത്? വെസ്റ്റേൺ ഘാട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് വളരെയധികം പ്രാധാന്യത്തോടു കൂടി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് വെസ്റ്റേൺ ഘാട്ട്സ്. വെസ്റ്റേൺ ഘാട്ട്സിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിവിഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പറയുന്നത്? നമ്മുടെ മഹാരാഷ്ട്ര, കർണാടക ഈ റീജിയനിൽ സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ നീലഗിരി ഹിൽസ് വരും അല്ലെ. നീലഗിരി ഹിൽസിനെയും അതുപോലെ തന്നെ ആനമലൈ ഹിൽസിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് പാലക്കാട് ഗ്യാപ്പ് എന്ന് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അല്ലെ. ഏറ്റവും താഴെ ഏലമല ഹിൽസ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ പല ഡിവിഷനുകൾ ഇതിൽ വരുന്നുണ്ട്. ഈ ഓരോ ഡിവിഷനുകളിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുള്ള എന്തുണ്ട്? ഇഷ്ടംപോലെ ജീവജാലങ്ങൾ ഇവിടെ നിന്ന് വളരുന്നത്. ഓരോ വർഷവും പുതുതായിട്ട് ചിത്രശലഭങ്ങളെയും പാമ്പുകളെയും മറ്റ് ജീവികളെയും പക്ഷികളെയൊക്കെ കണ്ടുപിടിക്കുന്ന, തവളകളെയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് വെസ്റ്റേൺ ഘാട്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് വൺ ഓഫ് ദ എന്താ പറയുക ഹോട്ടസ്റ്റ് ഓഫ് ഹോട്ട് ബയോസ്പോട്ടുകൾ ഒന്ന് എന്ന് പറയാം നമുക്ക് വെസ്റ്റേൺ ഘാട്ട്സിനെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണെന്ന് ഓർക്കുക. ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ശ്രീലങ്കേനെ ഇതുമായിട്ട് ചെറിയൊരു ഡിവിഷൻ ഇവിടെ പാർക്ക് സ്ട്രീറ്റിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും ശ്രീലങ്ക കൂടി ചേർന്നിട്ടുള്ളതാണ് വെസ്റ്റേൺ ഘാട്ട്സ് ആൻഡ് ശ്രീലങ്ക എന്ന രീതിയിലാണ് ഇവിടുത്തെ എന്തെന്ന് നമ്മൾ പറയുന്നത്, ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ഇൻഡോ ബർമയാണ്.
അടുത്ത ഏതാണ്? ഇൻഡോ ബർമയാണ്. എന്താണ് ഇൻഡോ ബർമ? നോക്കൂ, ഇതാ പണ്ട് ബർമ എന്ന് വിളിച്ചിരുന്ന, ഇൻഡോ ബർമ എന്ന് വിളിച്ചിരുന്ന ആ ഒരു ഏരിയ, അതാണ് അടിസ്ഥാനപരമായിട്ട്. അവിടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലത് ഈ ഒരു ആസാമിന്റെ പകുതി മുതൽ ഇങ്ങോട്ടുള്ള ബാക്കിയുള്ള മിസോറാം, ത്രിപുര, മേഘാലയ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആസാമിന്റെ താഴത്തേക്കുള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. മ്യാൻമാർ വരുന്നുണ്ട്, വിയറ്റ്നാം വരുന്നുണ്ട്, ലാവോസ് വരുന്നുണ്ട്, തായ്ലാൻഡ് വരുന്നുണ്ട്, കംബോഡിയ വരുന്നുണ്ട്, അല്ലെ? ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ഹോൾ ഏരിയയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഇൻഡോ ബർമ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാഗങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നോക്കൂ, കാസ്റ്റ് ഫോർമേഷൻ, ലൈം സ്റ്റോൺ എന്താ പറയുക, ഈ ഭൂഗർഭ ജലത്തിലും മറ്റ് വെള്ളത്തിൻ്റെയൊക്കെ എന്താ പറയുക പ്രവർത്തനം കാരണം അവിടെ ഉണ്ടാകുന്നതാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി, അല്ലേ? അപ്പോൾ ഈ കാസ്റ്റ് ടോപ്പോഗ്രഫിക്ക് എന്താ പറയുക, ഈ ഒരു ഏരിയ ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പ് നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യും? സാധിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇൻഡോ ബർമയുടെ റീജിയൻ മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്തത് സുണ്ടാലാൻഡാ. സുണ്ടാലാൻഡിൽ നമ്മുടെ നിക്കോബാർ ഐലൻഡുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സുണ്ടാലാൻഡിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരുന്നത്. നാലാമത്തേത് സുണ്ടാലാൻഡ്. കാരണം മുകളിൽ ആൻഡമാനും താഴെ നിക്കോബാറും. ഈ നിക്കോബാറിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സുണ്ടാലാൻഡിന്റെ ഈ ഒരു എന്താ പറയുക വെറൈറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. സോ ഇന്ത്യയിൽ ഏതാണ്? നിക്കോബാർ ഐലൻഡുകളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ജൂറിസ്ഡിക്ഷനിലാണ്, അല്ലെ? അതാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം ആലോചിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇവിടെയും ഒരുപാട് തരത്തിലുള്ള സ്പീഷീസുകൾ കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഏതെന്ന് പറയുന്നത്? സുണ്ടാലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഭാഗമായിട്ടുള്ള ഏതെല്ലാം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് എണ്ണം ഓർമ്മ വരണം. എണ്ണം എന്ന് പറയുന്നത് 4 എണ്ണമാണ്. രണ്ടാമത്തേത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഏതെല്ലാമാണ്? ഹിമാലയാസ്, വെസ്റ്റേൺ ഗട്ട്സ് ഇൻ ശ്രീലങ്ക, ഇൻഡോ ബർമ, സുണ്ടാലാൻഡ്. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ ഈ ഭാഗം? അടുത്ത ക്ലാസ്സിലേക്ക് പോയാലോ? നെക്സ്റ്റ് സ്ലൈഡ്. റൈറ്റ്. ഇനി ഇത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എവറിത്തിങ്, അല്ലേ? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എവറിത്തിങ് ആവാം, അല്ലെങ്കിൽ ഒരു സ്മോൾ റീജിയൻ ആവാം, അല്ലെ? ഇറ്റ് ഡിപ്പെൻസ്, അല്ലെ? ഒരു ജീവിക്ക് ചുറ്റുമായിട്ടുള്ള എന്താ പറയുക എൻവയോൺമെന്റ് എന്ന തരത്തിൽ വരുന്നത്. ഹാബിറ്റാറ്റ് എന്താണ്? ഫിസിക്കൽ, അല്ലേ? ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ചുറ്റുമുള്ള ഫിസിക്കൽ റീജിയനെയാണ് പറയുന്നത്. ഏരിയ വേർ ആൻ ഓർഗാനിസം, ഒരു ജീവിയെ സംബന്ധിക്കുന്ന അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? റീജിയൻ ഓൺ എർത്ത് ദാറ്റ് സപ്പോർട്ട്സ് ലൈഫ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക് ലൈഫാണ്, അല്ലെ? ബയോസ്ഫിയർ എന്ന് പറയുന്ന സമയത്ത് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള റീജിയനെ ബയോസ്ഫിയർ, അല്ലെ? അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ബയോസ്ഫിയർ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എക്കോസിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട വാക്ക് എന്താണ്? ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ എൻവയോൺമെന്റ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ എൻവയോൺമെന്റ്. ഈ തരത്തിലാണ് ഇത് വരുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഭാഗം വരുന്നത് എന്ന് കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ? ഈ വാക്കുകളുടെ വ്യത്യാസങ്ങൾ മറന്ന് പോകരുത്. ഇനി ഇങ്ങോട്ട് ഈ ക്ലാസ്സിൽ കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ചില വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, തിയറട്ടിക്കലാണ്, പക്ഷെ എന്താണ് നിങ്ങളത് മനസ്സിലാക്കേണ്ട ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകളും കൺസെപ്റ്റുകളും ഒക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കൂ, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടറാണ്. എന്താ ലിമിറ്റിംഗ് ഫാക്ടർ? ഈ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണോ അത് ദാറ്റ് ലിമിറ്റ് ദ റേഞ്ച് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ റേഞ്ചിനെ എന്ത് ചെയ്യുകയാണ്? പിടിച്ചു വെക്കുന്ന ഫാക്ടറുകളെയാണ് ലിമിറ്റിംഗ് ഫാക്ടറുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ റെയിൻ ഫോറസ്റ്റ് കണക്കിലെടുക്കുക. അതായത് നമ്മളുടെ റെയിൻ ഫോറസ്റ്റ് ഏരിയകൾ നമുക്കറിയാമല്ലോ. റെയിൻ ഫോറസ്റ്റുകൾ കണക്കിലെടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്, റെയിൻ ഫോറസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ പറയുക? റെയിൻ ഫോറസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് ചെയ്യുക, നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തിരിച്ചുള്ള വരവ് എന്ന് പറയുന്നത് ദേ ഡു നോട്ട് ഗ്രോ ബാക്ക് ക്വിക്ക്ലി. പെട്ടെന്ന് എന്ത് ചെയ്യില്ല? അത് തിരിച്ച് വളർന്നു വരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് കാരണം എന്താണെന്നറിയോ? ഇപ്പം തന്നെ പറഞ്ഞുതരാം. അതായത് റെയിൻ ഫോറസ്റ്റുകൾ അപ്പം എന്ത് ചെയ്യുന്നില്ല, അപ്പം എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ചെയ്യുന്നു, അല്ലെ? എന്തോ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ തിരിച്ചുള്ള ഗ്രോയിങ് ബാക്കിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? വെൻ റെയിൻ ഫോറസ്റ്റ് ഈസ് ക്ലിയർഡ് ദേ ഡു നോട്ട് ഗ്രോ ബാക്ക് ക്വിക്ക്ലി. പെട്ടെന്ന് അത് തിരിച്ച് വളരുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് ഇവിടെ പ്രശ്നമാവുന്നത്? നോക്കൂ, റെയിൻ ഫോറസ്റ്റുകളുടെ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്? ഇക്വറ്റോറിയൽ റീജിയൻ, ട്രോപ്പിക്കൽ റീജിയൻ ആണെങ്കിലും അവിടുത്തെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തുടർച്ചയായിട്ട് എന്താണ്? ശക്തമായിട്ടുള്ള മഴയാണ്. അതും ത്രൂ ഔട്ട് ദ ഇയർ ശക്തമായ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻ, തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഈ റെയിൻ ഫോറസ്റ്റുകളിൽ എന്തുണ്ട്? അതിശക്തമായ രീതിയിൽ ലീച്ചിങ് നടക്കുന്നുണ്ട്. അതായത് ന്യൂട്രിയൻസും മറ്റും ദേ ആർ വാഷ്ഡ് അവേ. അതായത് ടോപ്പ് സോയിലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇവ ഒലിച്ചു പോകുമ്പോൾ ഈ ന്യൂട്രിയൻസ് എല്ലാം ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒലിച്ച് തിരിച്ചു പോകും. അതിനർത്ഥം എന്താ?
ടോപ്പ് സോയിൽ ബേസിക്കലി ഫെർട്ടൈൽ അല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനൊരു തലം നിൽക്കുമ്പോൾ ഇവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി എന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ സ്ഥിതി എന്താ? ടോപ്പ് സോയിൽ ഫെർട്ടൈൽ അല്ല. ഇനി ഈ മരങ്ങളുടെയും മറ്റും ഇലകൾ, ആ മരത്തിൽ വരുന്ന ജീവികൾ ചത്തു വീണിട്ടുള്ള അവയുടെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം കലർന്നിട്ട് വേണം ഇനി എന്ത് ചെയ്യണം? ഫെർട്ടിലിറ്റി വരുന്നതിന് വേണ്ടിയിട്ട്, ന്യൂട്രിയൻസ് അവിടെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും. പക്ഷെ എന്ത് ചെയ്യുകയാണ്? ഈ ടോപ്പ് സോയിൽ ഫെർട്ടൈൽ അല്ലാത്തത് കൊണ്ട് തന്നെ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ത് ചെയ്യുന്നു? അഫക്റ്റ് ചെയ്യപ്പെടുന്നു. ഇത് എന്തിലേക്ക് നയിക്കുന്നു? റീഗ്രോത്തിനെ സ്ലോ ആക്കുന്നു. അപ്പോൾ റെയിൻ ഫോറസ്റ്റുകൾ എന്ന തലത്തിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം വളരെ കൃത്യമായിട്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? മണ്ണൊലിപ്പിനെ കുറച്ചൊക്കെ തടയുന്നുണ്ടാകും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. റെയിൻ ഫോറസ്റ്റ് എന്ത് ചെയ്യുകയാണ്? അവിടുത്തെ കാട് നശിപ്പിക്കപ്പെടുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? പിന്നീട് അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻ ഈ ഏരിയയിലായത് കാരണം ഉണ്ടാവുന്നുണ്ട്. ന്യൂട്രിയൻസ് മുഴുവൻ വാഷ് അവയാണ്, ലീച്ചിങ് നടക്കുന്നു, ടോപ്പ് സോയിൽ ഫെർട്ടൈൽ അല്ലാണ്ടാകുന്നു, ജെർമിനേഷൻ എന്ത് ചെയ്യുന്നു? നടക്കുന്നില്ല. ഇതെന്ത് ചെയ്യുന്നു? റീഗ്രോത്ത് സ്ലോ ആവുന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് റെയിൻ ഫോറസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമായിരിക്കും. വലിയ മരങ്ങളെ പോലെ തന്നെ അവിടെ എന്തുണ്ട്? അവിടെ ചെറിയ മരങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, വള്ളിച്ചെടികളുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ പഠിച്ചിരുന്നു ഏറ്റവും താഴത്തേക്ക് ലൈറ്റ് എത്താൻ ഭയങ്കര പാടാണ് അല്ലേ? അപ്പം ലാക്ക് ഓഫ് ലൈറ്റും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രശ്നമാവുന്നുണ്ട് അല്ലേ? പക്ഷേ സബ്സോയിൽ ഇവിടുത്തെ എന്താണ്? ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. ഇവിടുത്തെ സബ്സോയിൽ, ടോപ്പ് സോയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ ഫെർട്ടൈൽ അല്ലാണ്ട് ലീച്ചിങ്ങിലൂടെ പോകുന്നത്. സബ്സോയിൽ എങ്ങനെയായിരിക്കും? സബ്സോയിൽ തുടർച്ചയായിട്ട് എന്താ പറയുക, കാലങ്ങൾ എടുത്തിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള രീതിയിലേക്ക് എന്തിട്ടാവും മാറിയിട്ടുണ്ട്. അപ്പം ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? എനിത്തിങ് ദാറ്റ് റെസ്ട്രിക്ട്സ് ദ ഗ്രോത്ത്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? ആ പ്രോസസ്സിനെ തടയുന്നത് എന്തോ, ഒരു എക്കോസിസ്റ്റത്തിൽ ഗ്രോത്ത് തടയുന്നത് എന്താണോ അതാണ് അവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എക്കോസിസ്റ്റം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു പ്രോസസ്സ് നിങ്ങൾ എടുത്ത് നോക്കൂ. അവിടെ എന്താണ്? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ, വാട്ടർ എത്രത്തോളം കിട്ടുന്നു, ഇതെല്ലാം ലിമിറ്റിംഗ് ഫാക്ടേഴ്സാണ്. കാരണം ലൈറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ, അല്ലെ വാട്ടർ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ, ഇതെല്ലാം ഷോർട്ട് സപ്ലൈ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് അവിടെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ദർ ആർ സർട്ടൻ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഈ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ്സുകളെ എല്ലാത്തിനെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗം നോക്കുക അല്ലേ? ഇനി നമ്മൾ എക്കോസിസ്റ്റത്തിലെ നമ്മൾ അബയോട്ടിക് കോമ്പോണൻസ് എന്നും അതുപോലെ തന്നെ ബയോട്ടിക് കോമ്പോണൻസ് എന്നും നമ്മൾ ഒരു എക്കോസിസ്റ്റത്തിനെ തിരിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഈ അബയോട്ടിക് കോമ്പോണൻസ് എന്നും ബയോട്ടിക് കോമ്പോണൻസ് എന്നും നമുക്കൊന്ന് നോക്കിയാലോ? നമുക്കൊന്ന് നോക്കാം അല്ലേ? നോക്കൂ, ആദ്യം അബയോട്ടിക് കോമ്പോണൻസ് അഥവാ അബയോട്ടിക് എന്ന് പറയുന്ന അർത്ഥം ഒരൊറ്റ വാക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കുക. നോൺ ലിവിങ്. എന്താണ് നോൺ ലിവിങ്? എന്താണ് നോൺ ലിവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവനില്ലാത്തത്. സിമ്പിൾ അല്ലെ? അത്രയേ ഉള്ളൂ. ജീവനില്ല. അതിൽ പ്രത്യേകിച്ച് ഒരു ട്വിസ്റ്റും ഇല്ല, ടേണും ഇല്ല, ഒന്നുമില്ല. എന്തൊക്കെയാണ്? നോക്കൂ, ലൈറ്റ് അല്ലെ? നോൺ ലിവിങ് ആണ് എന്നതുകൊണ്ട്, അബയോട്ടിക് ആണ് എന്നതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്താവുണ്ടോ? അല്ല. ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സോ കൺസിഡർ ലൈറ്റ്. ലൈറ്റ് ഇല്ലാണ്ടേ, അതായത് ഒരുപാട് തരത്തിൽ അല്ലെ, സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈഫിന് വളരെയധികം ആവശ്യമായിട്ടുള്ള എന്താണ്? ഒരു കാര്യമാണ്. ആ കൂടുതൽ നമുക്ക് എന്ത് പറയാം? അൾട്രാ വയലറ്റ് രശ്മികൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് പറയാം അല്ലെ? അതല്ലാത്ത രീതിയിൽ നമ്മൾ അബയോട്ടിക് ബയോട്ടിക് കോമ്പോണൻസ് നോക്കുമ്പോൾ, ഈ അബയോട്ടിക് കോമ്പോണൻസിലെ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. കാരണം ലൈറ്റ് വേണം അല്ലെ? ഫോട്ടോസിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? അത് എനർജി മുഴുവൻ വരുന്നത് എങ്ങനെയാണ്? ലൈറ്റ് എനർജി ആയിട്ടാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ടും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ലൈറ്റ് അബയോട്ടിക് ആണ് അല്ലെ? ലൈഫ് ജീവനുള്ളതാണോ? അല്ല, പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇനി റെയിൻഫോൾ അല്ലെ? പറയേണ്ട ആവശ്യമില്ലല്ലോ. റെയിൻഫാൾ എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെയിൻഫാളും എന്ത് ചെയ്യുകയാണ്? ഒരുപാട്. പിന്നെ എന്താ വെച്ചാൽ ഈ റെയിൻഫാൾ ആണ് ഇവിടെ വെള്ളം താഴെ നിറയ്ക്കുന്നത് അല്ലേ? ഈ റെയിൻഫോൾ ആണ് വെള്ളം എത്തിക്കുന്നത്. ഈ വെള്ളത്തിനുള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തികളുണ്ട് അല്ലേ? ജീവികൾ ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? വളരെയധികം ആവശ്യമാണ്. ടെമ്പറേച്ചർ, നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ വേരിയേഷൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി ഓർഗാനിസങ്ങളെ എന്താണ്? ബാധിക്കുന്ന കാര്യമാണ്. ഓരോ ഓർഗാനിസത്തിനും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താണ്? ചില എന്താ പറയുക, ഇപ്പോൾ ചില വാക്കുകളൊക്കെ ഉണ്ട്. അതായത് സ്റ്റെനോ തെർമൽ, യൂറി തെർമൽ എന്നൊക്കെ പറയും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഞാൻ എഴുതാം അവിടെ. അതായത് ടെമ്പറേച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പിൽ നമ്മൾ ജീവികൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് യൂറി തെർമൽ എന്നാണ്. എന്താണ്? യൂറി തെർമൽ. മറ്റൊന്ന് പറയുന്നത് എന്താണ്? സ്റ്റെനോ തെർമൽ എന്നാണ്.
സ്റ്റെനോതെർമൽ. അപ്പോൾ സ്റ്റെനോതെർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ടെമ്പറേച്ചറിൽ ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ പ്രശ്നം. അതായത് മോസ്റ്റ്ലി മിക്കവാറും എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. അതായത് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് വളരെ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉള്ളവയാണ് സ്റ്റെനോതെർമൽ എന്ന് പറയുക. എന്താ സ്റ്റെനോതെർമൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ചെറുതായിട്ട് ടെമ്പറേച്ചർ മാറുമ്പോഴേക്കും പ്രശ്നമാവും, അതിന് ജീവിക്കാൻ പറ്റില്ല. യൂറി തെർമൽ ആണെങ്കിലോ അവയുടെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? യൂറി തെർമൽ എന്ന് പറയുമ്പോൾ അവരുടെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. സോ യൂറി തെർമലും സ്റ്റെനോ തെർമലും എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ടെമ്പറേച്ചറും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് എന്താണ്? ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയർ. റെയിൻ നമ്മൾ പറഞ്ഞപ്പോൾ ഹ്യൂമിഡിറ്റി അതിൽ എന്താണ് ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ജനറലി പറയാം. നോക്കൂ, അറ്റ്മോസ്ഫിയർ ആണ് നമ്മളുടെ ഓക്സിജനെ എന്ത് ചെയ്യുന്നത്, കൊണ്ടു നടക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടു നടക്കുന്നത്, നൈട്രജനെ കൊണ്ട് നടക്കുന്നത്, അല്ലേ, വാട്ടർ വേപ്പറിനെ കൊണ്ട് നടക്കുന്നത്. ഇതെല്ലാം എവിടെയാണ്? അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയിരിക്കും കാര്യങ്ങൾ എന്നതനുസരിച്ചിരിക്കും എന്ത് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ഏറ്റവും താഴെ എന്താണ്? ട്രോപ്പോസ്ഫിയർ ഉണ്ട്, അല്ലേ. ഇവിടെ ലാൻഡ് ഏരിയ കഴിഞ്ഞിട്ട് ട്രോപ്പോസ്ഫിയർ ഉണ്ട്. ട്രോപ്പോസ്ഫിയറിലാണ് നമുക്ക് ക്ലൗഡുകൾ, അല്ലെ, വെതർ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന വെതർ ഫിനോമിനൻസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം, ഈ ഒരു ട്രോപ്പോസ്ഫിയറിലാണ്. ഇവിടങ്ങളിൽ നമുക്ക് ഈ പ്രധാനപ്പെട്ട ഈ എന്താ പറയുക വാതകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും, അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും ഈ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഇരിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും അതാത് സ്ഥലങ്ങളിൽ ജീവികൾ വളരുന്നത്. ചെടികളാണെങ്കിലും ജീവികളാണെങ്കിലും എല്ലാവരും സർവൈവ് ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അബയോട്ടിക് കോമ്പോണൻ്റ് ആണ് എന്ന കാര്യം ഓർക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ എന്തുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്. നിങ്ങൾക്കറിയാം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഇവയെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലേ. എനർജി ട്രാൻസ്ഫർ, അല്ലേ. ഒരു നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? പ്രോട്ടീൻ ആകട്ടെ, കാർബോഹൈഡ്രേറ്റ്സ് ആകട്ടെ, ലിപ്പിഡ്സ് ആകട്ടെ, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജീവനുണ്ടോ? ജീവൻ തന്നെ ഇല്ല, അല്ല. അപ്പോൾ ജീവൻ നിലനിർത്തുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഏതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പോൾ നമ്മുടെ അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താ പറയുക, ഇപ്പം ഫാറ്റി ആസിഡ്സ് ആയിട്ട്, അല്ലെ, ലിപ്പിഡ്സ് അറിയാലോ, അല്ലേ. ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടൊക്കെയുള്ള എന്താ പറയുക ഭാഗങ്ങൾ ഇരിക്കുന്നത് മുഴുവൻ ഏതാണ്? ഈ ലിപ്പിഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. അപ്പോൾ ലിപ്പിഡ്സ് എന്താണ്, എന്താ പറയുക, ലിപ്പിഡ്സ് എന്ത്, കാർബോഹൈഡ്രേറ്റ്സ് എന്ത്, പ്രോട്ടീൻ എന്തൊന്നും നമ്മളിവിടെ എന്താ പറയുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിൽക്കില്ല. ലിപ്പിഡ്സ് എന്താണ്, ബേസിക്കലി എന്താണ്, ദേ ആർ ഫാറ്റി കോമ്പൗണ്ട്സ്, അല്ലേ. അത് ഒരുപാട് ഫങ്ഷൻസ് ഓഫ് ബോഡി എന്താണ് നടത്തുന്ന ആളുകളാണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ബയോളജി പഠിക്കേണ്ട കാര്യങ്ങളാണ്, അതിന് നമുക്ക് സമയമില്ല. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തുണ്ട്? അബയോട്ടിക് കോമ്പൗണ്ട്സ് ഉണ്ട്. പിന്നെ എന്താണ്? ഇനോർഗാനിക് കോമ്പൗണ്ടുകൾ, അല്ലേ. ഇതെന്താ? വാട്ടർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇവയെല്ലാം എന്താണ്? ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. അവരും എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ലിവിങ് ആണെങ്കിൽ പോലും ഈ അബയോട്ടിക് കോമ്പൗണ്ടുകളും കോമ്പൗണ്ടൻസും എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ശക്തമായ രീതിയിൽ തന്നെ എക്കോസിസ്റ്റത്തിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. അടുത്ത ഘട്ടം ഏതാണ്? ബയോട്ടിക് കോമ്പണൻസ്. അടുത്ത ഏതാണ്? ബയോട്ടിക് കോമ്പണൻസ്. ബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? ലിവിങ്. അവയെന്താണ്? ജീവിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളെയാണ് ബയോട്ടിക് കോമ്പണൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബയോട്ടിക് കോമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ വരിക? ബയോട്ടിക് കോമ്പണൻറ്റ് എന്നുള്ള തലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഭാഗങ്ങളായിരിക്കും നമുക്കവിടെ കൺസിഡർ ചെയ്യേണ്ടി വരിക? നമുക്ക് ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട്, അബയോട്ടിക് കോമ്പണൻസ് ബേസിക്കലി ഒരു ഫിസിയോ കെമിക്കൽ എൻറ്റിറ്റീസ് ആണ്, അല്ലേ. ഫിസിയോ കെമിക്കൽ എൻറ്റിറ്റീസ് ആയിരുന്നു ഇവയെല്ലാം ഉണ്ടായിരുന്നത്. ഞാൻ ലൈറ്റിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ഫർദർ അതിലേക്ക് കടന്നു പോകാണ്ടിരുന്നതാണ്. ഓക്കെ, അതിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ എന്താ പറയുക, ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും നൈട്രജനും ഓക്സിജനും ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ ഓൾറെഡി എന്താണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബാക്കി ബയോളജിയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഓൾറെഡി അറിയാവുന്നതാണ്. അതിലേക്കൊന്നും നമുക്ക് അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അതിലേക്കൊന്നും എന്ത് ചെയ്യാത്തത്, പോവാത്തത്. അപ്പം ബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? ലിവിങ്, അല്ലേ. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ആയിട്ടുള്ള ആളുകളാണ് ബയോട്ടിക് എന്ന് പറയുന്നത്. ഇതിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? ഓട്ടോട്രോഫ്സ് എന്ന പേരിൽ കൂടി എന്ത് ചെയ്യുന്നു? ഇവ അറിയപ്പെടുന്നു. പ്രൊഡ്യൂസേഴ്സ് അഥവാ ഓട്ടോട്രോഫ്സ് എന്ന പേരിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബയോട്ടിക് കോമ്പണൻറ്റുകൾ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഓട്ടോട്രോഫ്സ്. ഓക്കെ, ഓട്ടോട്രോഫ്സ്. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോഫ്സിൻ്റെ പ്രത്യേകത എന്താ? നോക്കൂ, they manufacture their own food and thus for the entire ecosystem through the process of photosynthesis. അതായത് ഓട്ടോട്രോഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓട്ടോ എന്ന വാക്കിന് അർത്ഥം എന്താണ്? സെൽഫായിട്ട്, അല്ലേ. സെൽഫായിട്ട് എന്ത് ചെയ്യുകയാണ്? അവർ ഫുഡ് ഉണ്ടാക്കുകയാണ്, അല്ലേ. ട്രോഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡർ എന്നുള്ള അർത്ഥമാണുള്ളത്, അത് കാര്യമില്ല, അതിരിക്കട്ടെ. ട്രോഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡർ.
ഈ ട്രോഫ്സ് എന്ന വാക്ക് നിങ്ങൾ ഇനി എല്ലാ സ്ഥലത്തും കാണും. അതെന്താണ്? ഫീഡർ. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇവിടെ ഉള്ളത്? ഓട്ടോ, സെൽഫായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫീഡിങ് നടക്കുന്നത്. ഓക്കെ, സെൽഫായിട്ട് എന്ത് ചെയ്യണം? ഫുഡ് ഉണ്ടാക്കുകയാണ് അവർ, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവർ പ്രൊഡ്യൂസർ, ഏതൊക്കെ പേരിൽ അവർ അറിയപ്പെടാറുണ്ട്? പ്രൊഡ്യൂസർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ അറിയപ്പെടാറുണ്ട്. കൺവേർട്ടേഴ്സ് എന്ന പേരിൽ എന്ത് ചെയ്യേണ്ടത്? ഇവർ അറിയാം. എന്തുകൊണ്ടാണ് കൺവേർട്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? കാരണം ഇവരാണ് എന്താ ചെയ്യുന്നത്? ഇവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ഇവരാണ് സിന്തസിസ് നടത്തുന്നത്, അല്ലെ? സിന്തസൈസ് ചെയ്യുകയാണ്. എന്താണ് ഇവർ സിന്തസൈസ് ചെയ്യുന്നത്? അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവര് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ടാവും, അല്ലേ? ഇനോർഗാനിക് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ കുറേ ഇനോർഗാനിക് സബ്സ്റ്റൻസസിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇത്തരത്തിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളെ ഫോട്ടോ സൺലൈറ്റ്, അല്ലെ? സൺലൈറ്റ് ആണ് ഇവിടുത്തെ എന്ത്? എനർജി എന്ന് പറയുന്നത്, അല്ലേ? യൂസിങ് സൺലൈറ്റ്, അതാണ് സൺലൈറ്റിനെയാണ് ഫോട്ടോ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഫോട്ടോ യൂസിങ് സൺലൈറ്റ് ദേ സിന്തസൈസ് ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസ് വാട്ട്? എന്തുണ്ടാക്കും അവര് കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. എന്തുണ്ടാക്കും? കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. എന്താണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ്? അവയെയാണ് നമ്മൾ ഫുഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ കൺവേർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്? സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് അവർ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഫുഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു പേര് കൂടി എന്ത് ചെയ്യാറുണ്ട്? ഇവരെ വിളിക്കാറുണ്ട്. അത് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നാണ്. എന്താണ്? ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സ്, കൺവേർട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഈ പേരുകളെല്ലാം അറിയപ്പെടുന്ന ആളുകൾ ആരാണ്? അത് ഓട്ടോട്രോഫ്സ് ആണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി ഫോട്ടോസിന്തസിസിൽ മാത്രമാണോ ഓട്ടോട്രോഫ്സ് വർക്ക് ചെയ്യുന്നത്? അല്ല, കീമോസിന്തസിസ് എന്ന് പറയും. അതായത് ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് കെമിക്കലായിട്ടുള്ള ചില റിയാക്ഷൻസ് നടത്തി, കെമിക്കലായിട്ടുള്ള ചില പ്രോസസ്സുകൾ നടത്തിയിട്ട്, അതായത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ കടൽ വിചാരിക്കും നിങ്ങൾ, കടലിനൊക്കെ ഒരുപാട് താഴെയുള്ള ഏരിയകൾ ഉണ്ടാകും, അല്ലേ? അപ്പോൾ സൺലൈറ്റ് എന്ത് ചെയ്യും? ഒരു ഏരിയ വരെ സൺലൈറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? പെനിട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ സൺലൈറ്റ് ഇല്ല. ഇത്തരത്തിലുള്ള ഏരിയകളിൽ താമസിക്കുന്നതായിട്ടുള്ള ജീവികൾ കീമോസിന്തസിസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സ്വയമായിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില ഭാഗങ്ങൾ ജീവികൾ ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓട്ടോട്രോഫ്സ് ഉണ്ട്. ഇവയുടെ വിവിധ പേരുകൾ പഠിച്ചു. എങ്ങനെ അവർ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ പഠിച്ചു. കീമോസിന്തസിസ് എന്താണ് എന്നുള്ള കാര്യവും നമ്മളിപ്പം കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? ഫുഡ് ഉണ്ടാക്കി, അല്ലെ? എനർജി ഉപയോഗിച്ച്, എനർജിയും ഇനോർഗാനിക് സബ്സ്റ്റൻസും, എനർജി പ്ലസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്, ഇത് രണ്ടും കൂടി വെച്ചിട്ട് അവർ അതിനെ എന്താക്കി മാറ്റി? ഓർഗാനിക് സബ്സ്റ്റൻസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അഥവാ ഫുഡ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഫുഡ് എന്ത് ചെയ്യുകയാണ്? ഓരോരോ ആളുകളായിട്ട് കൺസ്യൂം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവരെ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരെ എന്ത് വിളിക്കുന്നത്? കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ത് വിളിക്കുന്നു? കൺസ്യൂമേഴ്സ്. ഓക്കെ ആണല്ലോ? ഇനി കൺസ്യൂമേഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് കടന്നു പോയി നോക്കാം. എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിനെ? രണ്ടായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. മാക്രോ എന്നുള്ള തലത്തിലും മൈക്രോ എന്നുള്ള തലത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാക്രോ എന്നുള്ള തലത്തിലും മൈക്രോ എന്നുള്ള തലത്തിലും എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഫാഗോട്രോപ്സ് എന്ന് പറയുന്നില്ലേ? ഈ ഫാഗോട്രോപ്സ് എന്ന് പറയുന്നത് ഏതിലായിട്ടാണ് വരിക? നമ്മളുടെ മൈക്രോയിലേക്കാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? മൈക്രോ, ദേ ആർ ടൈനി ഓർഗാനിസംസ് ദാറ്റ് ഫീഡ് ബൈ ഇൻജസ്റ്റിംഗ്, അല്ലെങ്കിൽ എന്താണ്? ഇൻജസ്റ്റിംഗ് ഓർഗാനിക് മാറ്റേഴ്സ്. ഇൻജസ്റ്റിംഗ് എന്താണ്? ആ ജീവികളെ, ചത്തുപോയിട്ടുള്ള മറ്റ് ജീവികളെയും അങ്ങനെയുള്ള ജീവികളെ എന്താണ്? അതിൽ നിന്ന് എന്താണ് ഭക്ഷണം? അതിനെ ഭക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ ജീവിക്കുന്ന ചെറിയ ജീവികളാണ് ഫാഗോട്രോപ്സ്. ടൈനി ഓർഗാനിസംസിനെയാണ് നമ്മൾ ഫാഗോട്രോപ്സ് എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആരുണ്ട്? ഹെറ്ററോട്രോപ്സ് ഉണ്ട്. ഹെറ്ററോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹെറ്ററോ, അല്ലെ? ഹോമോ എന്ന് പറയുമ്പോൾ ഹെറ്ററോ എന്നൊക്കെ നമ്മൾ പറയല്ലേ? ഹെറ്ററോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെറ്ററോ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? അതർ എന്നാണ് അർത്ഥം. എന്താണ്? അതർ എന്നാണ് അർത്ഥം, അല്ലെ? അതായത് മറ്റുള്ളവയിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? മറ്റുള്ളവയെ ഫീഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഹെറ്ററോട്രോപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവും? ഹെറ്ററോട്രോപ്സ്, ഫാഗോട്രോപ്സ് മറ്റുള്ളവയിൽ നിന്ന് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ അവ ടൈനി ആയിട്ടുള്ള മൈക്രോ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന കൺസ്യൂമറുകളെയാണ്
ഫാഗോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടിൻ്റെ ഒരു ചെറിയ ഒരു കുഞ്ഞു വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ലേ? സോ ദേ ആർ കൺസ്യൂമിങ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കി, എന്താണ് ദേ ആർ കൺസ്യൂമിങ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഈ ഓട്ടോട്രോപ്സ് പ്രൊഡ്യൂസേഴ്സിനെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു ആളുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആരാണ്? റൂട്ടഡ് പ്ലാന്റുകളാണ്, അല്ലെ, വേരുകളുള്ള ചെടികളായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലുള്ള പ്രധാനപ്പെട്ട ആരെന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിലോ, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കൂട്ടരെന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. ആരാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ഓക്കെ, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. അപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, അവ ഈ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ഇങ്ങനെ പടർന്ന് നടക്കുന്ന ചെറിയ കുഞ്ഞു ജീവികളാണ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ എന്താ പറയുക, കുഞ്ഞു എന്താ പറയുക പ്ലാന്റുകളാണ്, ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റുകളാണ് ഇവ. മനസ്സിലാണ്, വളരെ ചെറിയവയാണ് ഇവ. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ തിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി ജീവിക്കുന്ന ചെറിയ എന്തുണ്ട്, വേറെ ജീവികളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വളരെ കുഞ്ഞ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നതാണ് വളരെ കുഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ പാറി നടക്കുന്ന ജീവികൾ, ചെറിയ കുഞ്ഞു പ്ലാന്റുകളാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ഇവയും ഫോട്ടോസിന്തസിസ് വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ മുകളിലായിട്ട് ഷാലോ വാട്ടറിൽ എന്താണ് വളരുന്ന രീതിയിലുള്ള മാക്രോഫൈറ്റ്സ് എന്ന് പറയും. ഇത് ഫോട്ടോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്ന പോലെ തന്നെ മാക്രോഫൈറ്റ്സ്. ഈ മാക്രോഫൈറ്റ്സും എന്തിൽ തന്നെ വരുന്നവയാണ്? ഈ പ്രൊഡ്യൂസേഴ്സിൽ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സിൽ തന്നെ വരുന്ന ആളുകളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അക്വാട്ടിക് എക്കോസിസ്റ്റം പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസും മാക്രോഫൈറ്റുകളും പ്രധാനപ്പെട്ട ഓട്ടോട്രോപ്സ് അഥവാ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നുണ്ട് എന്ന് ആലോചിക്കാം. ഓക്കെ, ഇനി ബാക്ക് ടു കൺസ്യൂമേഴ്സ് വരുന്ന സമയത്ത് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഹെർബിവോർസ് ആണ്. ആരാണ്? ആദ്യഘട്ടം എന്ന് പറയുന്നത് ഹെർബിവോർസ് ആണ്. എന്താണ് ഹെർബിവോർസ്? ഹെർബിവോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ എന്താ പറയുക, ഹെർബിവോർസ് ഇവയെ ഫസ്റ്റ് ഓർഡർ കൺസ്യൂമേഴ്സ് ആണ് ഹെർബിവോർസ്. ഫസ്റ്റ് ഓർഡർ കൺസ്യൂമേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആദ്യത്തെ എന്ത് ചെയ്യുക, നിങ്ങളത് മനസ്സിലാക്കുക. എന്താണ് ഈ ഫസ്റ്റ് ഓർഡർ കൺസ്യൂമേഴ്സ്? ഹെർബ് എന്ന് വെച്ചാൽ ചെടികൾ, അല്ലെ? ഹെർബിനെ എന്താ പറയുക, ഹെർബിവോർസ് ആണ്. ചെടികളെ തിന്ന് ജീവിക്കുന്നവയാണ് ഇവ. ഉദാഹരണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹെർബിവോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കളാണെങ്കിലോ, മാനുകൾ, മുയൽ, അല്ലെ, ഇങ്ങനത്തെ പിന്നെ ചെറിയ ജീവികൾ, നമ്മുടെ പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ പോലുള്ള ജീവികൾ, ഇതൊക്കെ എന്താണ് ഹെർബിവോർസിന് ഉദാഹരണങ്ങളാണ്, ആണല്ലോ. ഇനി അടുത്തത് ആരാണ്? കാർണിവോർസ്. കാർണിവോർസ് എന്ന് പറയുന്നതിനെ അടിസ്ഥാനപരമായിട്ട് പലതരത്തിലുള്ള കാർണിവോർസ് ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ്? പലതരത്തിലുള്ള കാർണിവോർസ് ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. അതായത് പ്രൈമറി കാർണിവോർസ്, സെക്കൻഡറി കാർണിവോർസ്, ടെർഷറി കാർണിവോർസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കും. പ്രൈമറി കാർണിവോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഹെർബിവോർസ് ഉണ്ടല്ലോ, ഈ ഹെർബിവോർസിനെ തിന്ന് ജീവിക്കുന്നവയാണ് ഏത്? പ്രൈമറി കാർണിവോർസ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പുല്ല് തിന്ന് ജീവിക്കുന്നവർ, അതിപ്പോൾ കുറുക്കനെ പോലെയൊക്കെയുള്ള ആളുകളുടെ കുഞ്ഞു എന്താ പറയുക മാംസബുക്കുകൾ. മനസ്സിലാവുന്നുണ്ടോ? ഫോക്സ് പോലെ, പിന്നെ തവള. അതെന്താണ്? ചെറിയ ഈ പുല്ല് തിന്ന് ജീവിക്കുന്ന പുൽച്ചാടീനെ തിന്നുന്ന ആളാണ് ആര്? തവള, ഫ്രോഗ്, അല്ലെ? അപ്പോൾ ഫോക്സ്, ഫ്രോഗ് ഇതൊക്കെ ആരാണ്? പ്രൈമറി കാർണിവോർസ് ആണ്. ഇനി ഇവറ്റകളെ തിന്ന് ജീവിക്കുന്ന ആളുകളാണ് സെക്കൻഡറി കാർണിവോർസ് ആയി മാറുന്നത്. അപ്പോൾ പ്രൈമറി കാർണിവോർസ്, സെക്കൻഡറി കാർണിവോർസ് ഉണ്ട്, അല്ലെ? സെക്കൻഡറി കാർണിവോർസ് എന്ന് വെച്ചാൽ എന്താണ്? അവ ഏത് രീതിയിൽ വരും? അവ കുറച്ചുകൂടി വലിയ ആളുകളാണ്. ഇവയാണ് ഏത്? വുൾഫ് പോലെയുള്ളവ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ ഔള് പോലെ, മൂങ്ങയെ പോലെയുള്ളവ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവയെ തിന്നുന്നവയാണ്, അല്ലെ? ഈ ഫോക്സിനെ, ഫ്രോഗിനെ, ഇതിനെയൊക്കെ എന്ത് ചെയ്യും? തിന്നുന്ന ആളുകളായിരിക്കും ഈ വോൾഫും ഓളും ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വരുന്നത്. മനസ്സിലായോ? കൃത്യമല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, ഇനി ടെർഷറി ആയിട്ടുള്ള എന്താണ്? കാർണിവോർസ് ഉണ്ട്. ടെർഷറി കാർണിവോർസ് എന്ന് പറയുന്ന ആളുകൾ ആരാണ്? അത് വളരെ വലിയ ആളുകളാണ്, അല്ലെ? ഇവയാണ് ഏതെന്ന് പറയുന്നത്? ലയണിനെ പോലെയുള്ള, ടൈഗറിനെ പോലെയുള്ള ആളുകൾ. ഇവ എന്താണ്? ടോപ്പ് പ്രൊഡക്റ്റേഴ്സ് ആണ്. ഇവ ആരാണ്? ഇവ ടോപ്പ് കാർണിവോർസ് എന്ന് ഇവയെ വിളിക്കും. മനസ്സിലാവുണ്ടോ? ഇവ ഏത് പേരിൽ വിളിക്കാറുണ്ട്? ഇവ ടോപ്പ് കാർണിവോർസ് അല്ലെങ്കിൽ ടോപ്പ് പ്രൊഡക്റ്റേഴ്സ് ആണ് ഇവ. ലയൺ, ടൈഗർ തുടങ്ങിയവയൊക്കെ. മനസ്സിലാവുണ്ടോ? ഇവയെ പിന്നീട് എന്താണ് വേറെ ആളുകൾ കഴിക്കുക. ഇവയൊക്കെ ചത്തുപോകുമ്പോൾ വേറെ ആൾക്കാർ കഴിക്കുന്നതല്ലാണ്ട് ഇവയെ ജനറലി ആരും എന്ത് ചെയ്യില്ല, ഇവരെയൊന്നും വേട്ടയാടാനായിട്ട് ആരും വേറെ ജീവികളൊന്നും പോവില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ കാർണിവോർസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഹെർബിവോർസ് ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള എന്താണ്? ഫസ്റ്റ് ഓർഡർ കൺസ്യൂമേഴ്സ് ആണ്. ആര്? ഹെർബിവോർസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓർഡർ കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ പ്രൈമറി കാർണിവോർസ് എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ കൺസ്യൂമേഴ്സ് ആണ്. സെക്കൻഡറി
എന്താ പറയുക, കാർണിവോർസോ തേർഡ് ഓർഡർ കൺസ്യൂമേഴ്സ് ആണ്. ടെർഷറി കാർണിവോർസ് അപ്പോൾ എന്തായിരിക്കും, അവ ക്വാട്ടേർണറി കൺസ്യൂമേഴ്സ് ആണ്. ഇവരാരാണ്, ക്വാട്ടേർണറി 4 അല്ലേ, 4 എന്ന ഓർഡർ ക്വാട്ടേർണറി കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ ഹെർബിവോറസിൽ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞു. കാർണിവോറസിനെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നിരിക്കുന്ന കാരണം സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ അഥവാ ക്വാട്ടേർണറി എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഈ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുകയാണ്, പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കൺസ്യൂമേഴ്സ് പോകുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒംനിവോർസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ ഒംനിവോർസ് എന്താ വെച്ചാൽ ഇവര് പ്ലാന്റും എന്താ പറയുക, പ്ലാന്റും അതുപോലെ തന്നെ എന്താ പറയുക അനിമൽസും രണ്ടിനെയും എന്ത് ചെയ്യുകയാണ്, രണ്ടിനെയും കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് ഒംനിവോർസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒംനിവോർസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ആരാണ്? ഒംനിവോർസ് ആർ ദോസ് ദാറ്റ് കൺസ്യൂം ബോത്ത് ദീസ് തിങ്സ്, അതായത് ദേ കൺസ്യൂം ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇപ്പം മനുഷ്യൻ ഒംനിവോർ ആണ്, പിഗ് പന്നി എന്താണ്, ഒംനിവോർ ആണ്. അത് പ്ലാന്റും എന്ത് ചെയ്യും, തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മീറ്റും അത് എന്ത് ചെയ്യുന്നുണ്ട്, പന്നികൾ തിന്നുന്നുണ്ട് അല്ലേ. ഈ കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഏതാണ്, അപ്പോൾ ഇവരൊക്കെ വലിയ ആളുകളാണ് അല്ലേ, മാക്രോ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇനിയാണ് മൈക്രോ വരുന്നത്. മൈക്രോയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത്, അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ എന്താ പറയുക കൺസ്യൂമേഴ്സിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടർ ഡീകമ്പോസേഴ്സ് ആണ്. ആരാണ്? ഡീകമ്പോസേഴ്സ് ആണ്. എന്താണ് ഡീകമ്പോസേഴ്സ്? ഇവർ സാപ്രോട്രോപ്സ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സാപ്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതൊരു ഗ്രീക്ക് വേർഡാണ്. എറ്റിമോളജി എന്ന് പറയുന്നത് നമ്മൾ ഗ്രീക്ക് വേർഡാണ്. സാപ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടൺ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? റോട്ടൺ എന്നൊരു അർത്ഥമാണ് സാപ്രോ എന്ന ഒരു പേരിന് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ റോട്ടൺ ആയിട്ടുള്ളവ എന്ന് പറയുമ്പോൾ എന്താണ്? സാപ്രോട്രോപ്സ് അല്ലേ. റോട്ടൺ ആയിട്ടുള്ളവ, ട്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫീഡ് എന്നാണ് അല്ലേ. ഫീഡ് എന്നാണ്. ട്രോപ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ട്രോഫോസ് എന്നാണ്. ഗ്രീക്കിൽ പറയുമ്പോൾ ട്രോഫോസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫീഡർ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഫീഡർ എന്നാണ്. അപ്പോൾ റോട്ടൺ ആയിട്ടുള്ള സാധനങ്ങളിൽ ഫീഡ് ചെയ്യുന്ന ആൾ അല്ലെ, ഡീകമ്പോസേഴ്സ് എന്ന് പറയും അല്ലെ. ഡീകമ്പോസേഴ്സ് എന്ന് പറയും. എന്താണ് ഡീകമ്പോസേഴ്സ് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ സാപ്രോട്രോപ്സ് എന്നുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവ ബേസിക്കലി എന്ത് ചെയ്യും അറിയോ നിങ്ങൾക്ക്? ബേസിക്കലി സത്യം ഡീകമ്പോസേഴ്സ് എന്ന വാക്ക് പറയുന്ന സമയത്ത് ഇവർ ഡീകമ്പോസേഴ്സ് ചെയ്യുന്നത്, ഡീകമ്പോസേഴ്സിനെ റെഡ്യൂസേഴ്സ് എന്നുകൂടി വിളിക്കാറുണ്ട്. എന്തുകൂടി വിളിക്കാറുണ്ട്? റെഡ്യൂസേഴ്സ് എന്നുകൂടി വിളിക്കാറുണ്ട്. ഇവ ബേസിക്കലി ചെയ്യുന്നത് ഡയറക്റ്റ് അതിനെ എന്താ പറയുക കൺസ്യൂം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പറയാൻ പറ്റുന്നത് ദേ ബ്രേക്ക് ഡൗൺ ദ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്താണ് ഫുഡ് ഉണ്ടാക്കി അല്ലെ, ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് ഉണ്ടാക്കി എന്നോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫുഡ് എന്ന വാക്കിന് പകരം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ദേ ആർ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഈ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യുന്നു? അത് എന്താക്കി റെഡ്യൂസ് ചെയ്യുന്നു? ഡീകമ്പോസേഴ്സ് അഥവാ റെഡ്യൂസേഴ്സ് അവയെ എന്ത് ചെയ്യുന്നു? ഇവയെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കുകയാണ്? ഈ ഡെഡ് മാറ്റർ ഉണ്ടാവില്ലേ, ചത്ത പ്ലാന്റുകളും അനിമൽസ് ഉണ്ടാവില്ലേ, ഇതിലൊക്കെ എന്താണ് ഈ ഫുഡായിട്ട് ഇതൊക്കെ കൺസ്യൂം ചെയ്ത ഫുഡിൻ്റെ ഒക്കെ എന്താണ് അതൊക്കെ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇട്ടിരിക്കുന്നുണ്ട്. ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആളുകളാണ് ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ സാപ്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഈ ഡീകമ്പോസേഴ്സ് അവ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, ഈ ഫുഡ് അങ്ങ് കഴിക്കുകയല്ല ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നത്? അവയിൽ ഈ ഡീകമ്പോസേഴ്സ് ഒരു തരത്തിലുള്ള ഡൈജസ്റ്റീവ് എൻസൈമുകൾ എന്ത് ചെയ്യുകയാണ്? പ്രൊഡ്യൂസ് ചെയ്യും. ഇത് എന്ത് ചെയ്യും? ഈ ഡൈജസ്റ്റീവ് എൻസൈമുകൾ എന്തിലേക്ക് പോവുകയാണ്? ഈ ഡെഡ് മാറ്ററിന്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇതെന്ത് ചെയ്യും? ഈ ഓർഗാനിക് മെറ്റീരിയൽ എന്ത് ചെയ്യുകയാണ്? ഈ ചത്തതിന്റെ അവശിഷ്ടങ്ങളില്ലേ അതിനെ എന്ത് ചെയ്യും? അതിനെ ഡൈജസ്റ്റ് ചെയ്യും. മനസ്സിലാവുന്നത്? അതിനെ എന്ത് ചെയ്യും? അതിനെ ഡൈജസ്റ്റ് ചെയ്യും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യുകയാണ്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു പറഞ്ഞില്ലേ, അത് ചെയ്യുന്നത് ഈ സോ കോൾഡ് ഡൈജസ്റ്റീവ് എൻസൈമുകൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഓസ്മോട്രോപ്സ് എന്ന് വെച്ചത് ബേസിക്കലി ഒരു സോൾവെന്റ് കൂടി അവിടെ ഉണ്ടാകും. ഓസ്മോസിസ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഒരു സോൾവെന്റ് കൂടി അവിടെ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഈ സോ കോൾഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എടുക്കുന്ന ആളുകളെയാണ് ഓസ്മോട്രോപ്സ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. അവിടെ സോൾവെന്റ് ഉണ്ടാവുന്നുള്ളൂ, സെയിം പരിപാടിയാണ്, സോൾവെന്റിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഡെട്രിറ്റിവോർസ് എന്ന് പറയും. ഈ ഡെട്രിറ്റിവോർസ് എന്ന് പറയുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് എർത്ത് വോമുകൾ അറിയില്ലേ? ഡെട്രിറ്റിവോർസ് എന്ന് പറയുന്ന സമയത്ത് എർത്ത് വോംസ് നിങ്ങൾക്ക് അറിയാം അല്ലേ. അതുപോലെ തന്നെ നെമാറ്റോഡ്സ്, ആന്ത്രോപോഡ്സ് എന്നൊക്കെ പറയും അല്ലേ. സോയിൽ ഓർഗാനിസംസ് ഉണ്ടാകും അല്ലേ. ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ എങ്ങാനും പേര് ചോദിക്കുകയാണെങ്കിൽ എർത്ത് വോം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി നെമാറ്റോഡ്സ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അതിൻ്റെ പിക്ചേഴ്സ് കൂടി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ആന്ത്രോപോഡ്സ് അല്ലേ,
ആന്ത്രോപോഡ്സ്, ഇവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഈ ഡെട്രിറ്റിവോർസിന്. അത് ഡെട്രിറ്റസ് അല്ലെ, ഡെട്രിറ്റസ് എന്നല്ല ഇതിന് പറയാം. നമ്മൾ ഈ അവശിഷ്ടങ്ങൾക്ക് ഡെട്രിറ്റസ് എന്ന് പറയും. ഈ ഡെട്രിറ്റസിൽ എന്ത് ചെയ്യുകയാണ്, അതിൽ ഭക്ഷണമാക്കുന്നവയാണ് ഇത് ഈ ഡെട്രിറ്റസ് എന്ന് പറയുന്ന ഡെട്രിറ്റിവോർസ് എന്ന പേരിൽ. ഡെട്രിവോർസ് എന്നും പറയും, ഡെട്രിറ്റിവോർസ് എന്നും പറയും. കേട്ടോ, ഡെട്രിവോർസ് എന്നും ഇവയെ പറയും, അല്ലെങ്കിൽ ഡെട്രിറ്റിവോർസ് എന്നും എന്ത് ചെയ്യും, ഇതിനെ പറയും. ഇവ എന്ത് ചെയ്യുകയാണ്, ഇവ ഇതിനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, ഇവ ഈ നേരത്തെ പറഞ്ഞില്ലേ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇവ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഇവയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവയെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഇവയിൽ ഭക്ഷണം ആക്കും. ഡെട്രിറ്റിവോർസ് നമ്മൾ കഴുകന്മാരനെ ഡെട്രിറ്റിവോർസ് ആയി കണക്കാക്കാം. അത് എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി ഭക്ഷണമാക്കുകയാണ്. അതിനാൽ എന്ത് ചെയ്യുകയാണ്, ഭക്ഷണം ആക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ബയോട്ടിക്കും അബയോട്ടിക് കോമ്പോണൻസുകളും എന്ത് ചെയ്യുന്നത്, ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ ഡീകമ്പോസേഴ്സ് എന്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, ഇവര് ഈ ഡീകമ്പോസ് ചെയ്യില്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യില്ലേ, അതിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ലേ, അതിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്തതിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുകയാണ്, അത് അവരുടെ ജീവന് വേണ്ടി അവയ്ക്ക് നിലനിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും, കുറച്ച് അബ്സോർബ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ബാക്കിയായിട്ടുള്ള ഈ, അതായത് ഇപ്പോൾ ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട് ഇവർ എന്ത് ചെയ്തു, ഈ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഫുഡ് എന്ന് പറഞ്ഞില്ല, അഥവാ ഫുഡ് ഇതിനെ എന്ത് ചെയ്തു, ബ്രേക്ക് ഡൗൺ ചെയ്തില്ലേ. അത് ഇത്രയും ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ പോർഷൻ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ, ഇവരുടെ ജീവൻ നിലനിർത്തി പോകാനായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഈ ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യുള്ളൂ, ഉപയോഗിക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എങ്ങോട്ട് പോവും, തിരിച്ച് മണ്ണിലേക്ക് ന്യൂട്രിയൻസ് ആയിട്ട് ചേരും. പിന്നെ ഈ സൈക്കിൾ എഗെയിൻ ആരംഭിക്കും. മറ്റൊരു ചെടി ഈ ന്യൂട്രിയൻസ് എടുക്കും, ഈ ചെടിയെ മറ്റൊരു ജീവി കഴിക്കും, ആ ജീവിയെ വേറൊരു ജീവി കഴിക്കും, അത് ചത്തുപോവും. എന്ത് ചെയ്യും, ഈ സൈക്കിള് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ബയോട്ടിക് അബയോട്ടിക് കോമ്പൗണ്ടുകൾ ഒന്നിച്ച് ചേർന്നിട്ട് എന്ത് സംഭവിക്കുന്നത്, ഈ ബയോട്ടിക് കോമ്പോണൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ അബയോട്ടിക് കോമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുകയും ഈ സൈക്കിള് നിലനിർത്തുകയും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു പ്രോസസ്സ് മനസ്സിലായില്ലേ? ഇനി തൊട്ടടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്ത് പഠിക്കുന്നതായിരിക്കും, നമ്മൾ എങ്ങനെയാണ് ഫുഡ് വെബ് വർക്ക് ചെയ്യുന്നത്, ട്രോഫിക് ഓർഗനൈസേഷൻസ് എങ്ങനെയാണ്, അല്ലെ, ഇത് ഈ ഈ ഈ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ എനർജി ഫ്ലോ എങ്ങനെ നടക്കുന്നു, അല്ലെ, അതുപോലെ തന്നെ ചില പിരമിഡുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ പിരമിഡുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ പിരമിഡുകളാണ്, അല്ലെ, എന്താ പറയുക, മാസിന്റെ പിരമിഡ് എന്താണ്, എനർജി പിരമിഡ് എന്താണ്, അതിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഫുഡ് വെബ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.